لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين والحمد لله رب العالمين. وعن ابن عمر رضي الله تعالى عنه أنه قال قال رسول الله صلى الله عليه وسلم أمرت أن أقاتل الناس ജനങ്ങളോട് ഞാൻ യുദ്ധം ചെയ്യണം എന്നതുകൊണ്ട് കൽപ്പിച്ചു. അന്നുഖാതില അന്നാസ ജനങ്ങളോട് പൊരുതാൻ, വാക്കുകൊണ്ട് പൊരുതാൻ. ഹത്താ യശ്ഹദു അവർ സാക്ഷിയാകുന്നത് വരെ അവരോട് പറയണം, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയണം, അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് പറയണം. അന്നാസ എന്നുള്ളത് മുസ്ലിം അല്ലാത്ത ജനങ്ങളോട്, മുസ്ലിമീങ്ങൾ അല്ലാത്തവരോട്. അന്നാസ് കൊണ്ടുള്ള ഉദ്ദേശം അബദത്തുൽ ഔസാൻ, വിഗ്രഹ ആരാധകരാണ്. ദൂന അഹ്ലിൽ കിതാബി അല്ല, ലിഅന്നഹും യഖൂലൂന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അഹ്ലുൽ കിതാബുകാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നവരാണല്ലോ അവർ. പിന്നെ അവർക്കുള്ള പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുന്നവരുമാണ്. പിന്നെ അവരുടെ പ്രവാചകന്മാരെ കൊണ്ട് വിശ്വസിക്കുമ്പം എന്തായാലും ബില്ലവല റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിക്കും. കാരണം അവർക്കുള്ള പ്രവാചകന്മാരെ പറഞ്ഞു കൊടുക്കണ്ട. അത് തന്നെ ആ പറഞ്ഞു കൊടുത്തതിന് വിശ്വസിച്ചില്ലെങ്കിൽ ആ പ്രവാചകന്മാർ വിശ്വാസമില്ല എന്നല്ലേ അർത്ഥം. അപ്പം അതിന് കിതാബ് കൂടാതെ അതല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രത്തിൽ താമസിക്കുന്നതിന് എതിരില്ല, ജിസിയ കൊടുക്കണം. ജിസിയ ബില്ലിത്തിലാക്ക് എല്ലാവരും കൊല്ലണമെന്നല്ല, എല്ലാവരോടും. ഖാതില എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യുക, വാളുകൊണ്ട് യുദ്ധം ചെയ്യുക എന്നർത്ഥമൊന്നുമില്ല. ദീനീ പ്രബോധനം നടത്താൻ എന്നേ അതിനർത്ഥമുള്ളൂ. അതിൽ പിന്നെ മുസ്ലിമീങ്ങളാവട്ടെ, മുസ്ലിമീങ്ങളായിക്കഴിഞ്ഞാൽ പിന്നെ അവരോട് നമുക്കൊന്നും ചെയ്യാനില്ല. മുസ്ലിമീങ്ങളായില്ല, അവരോട് താമസിക്കുമ്പോൾ അവരെ മറ്റുള്ള രാജ്യക്കാരൊക്കെ വന്നു വല്ലതും ചെയ്താലും നമ്മളതിന് ഇടപെടില്ല എന്നതിന് അർത്ഥം. അല്ല, നമ്മൾക്കിപ്പോൾ അവരെ ഇക്റാഹ് ഫിദ്ദീൻ എന്നല്ലേ, ഇക്റാഹില്ലല്ലോ, നമ്മുടെ ദീനിൽ ഇക്റാഹില്ല. നമ്മുടെ ദഅവത്താണ് നമ്മൾ പള്ളിയിൽ നടത്തുന്നത്. എല്ലാ 5 വഖത്തിലും അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വിളിച്ചു പറയുന്നല്ലേ. ആവശ്യമുള്ളവരൊന്ന് വിശ്വസിച്ചോട്ടെ. أن نقاتل الناس حتى يشهدوا أن لا إله إلا الله وأن محمد رسول الله. സാക്ഷിയാകുന്നതിന് വരെ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കണം. എന്നിട്ട് യുഖീമുസ്സലാ, ഒരു നിസ്കാരം നിലനിർത്തുന്നത് വരെയും, വയത്തു സക്കാത്ത ഏട്ടാ സക്കാത്ത് നൽകുന്നത് വരെയും. വഫീ റിവായത്തിൻ നിസാഇ ഉമിർതു അൻ ഉഖാതിലൽ മുശ്രിക്കീന എന്നുണ്ട്. എന്താ നമ്മുടെ നാട്ടിൽ വന്നിട്ട് നമ്മളോട് അക്രമം ചെയ്യുന്നവരെ പറ്റിയാണ് പറഞ്ഞത്. മുസ്ലിം സ്റ്റേറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യണ്ട, നമ്മളെ അവർ ഭരിക്കാൻ വരാൻ പാടില്ല. എല്ലാ ലോകത്തുള്ള എല്ലാവരോടും എന്നതിന് അർത്ഥമൊന്നുമില്ല. മനസ്സിലായില്ല? മദീന ഷരീഫും മക്ക ഷരീഫും, മക്കം ഫത്ഹിന് ശേഷം മുസ്ലിം റിപ്പബ്ലിക്കായി. ഇനി അവിടെ ഇങ്ങോട്ട് ആരെയും കയറി വന്നാലും അവരോട് നമ്മൾ യുദ്ധം ചെയ്യും. മനസ്സിലായില്ല? ഇങ്ങോട്ട് വന്നാൽ ഫൈൻ ഇഅ്തദാ അലൈക്കും ഫഅ്തദൂ ബിമിസ്ലി മാ ഇഅ്തദാ അലൈക്കും. തിരിഞ്ഞോ? അല്ലാതെ അതീതിന്റെ ലായനനുസരിച്ച് അങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വെട്ടാൻ നടക്കല്ലേ, അങ്ങോട്ട് വെട്ടാൻ നടക്കല്ലേ ഇങ്ങോട്ട്. പിന്നെന്താ
ഇസ്ലാമിനോടെതിരാകുന്ന ആര് നമ്മുടെ നാട്ടിൽ വന്നിട്ട് അവരുടെ നാട്ടിൽ ഇസ്ലാം റിപ്പബ്ലിക്കായിട്ട് പരിഗണിച്ച നടത്തപ്പെടുന്ന ആ നാട്ടിൽ ഇനി ആരും കയറണ്ട. അവിടെ എഴുതിയേക്കുന്നില്ല, അവർക്കുള്ള നാട്ടിൽ എഴുതിയിട്ടുണ്ട് റൂളി മുസ്ലിം എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. മദീന ഷരീഫിന്റെ 25 കിലോമീറ്റർ അപ്പുറം തിരിഞ്ഞോ ഞങ്ങൾ നടന്നതൊന്നും എന്നതിന്റെ മാനല്ല. നമ്മള് നാട്ടിലിറങ്ങി കുഴപ്പമുണ്ടായിക്കളെ. പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി യഖീമുസ് സ്വലാത്ത സക്കാ ഫഇദാ ഫഅലു ദാലിക അതങ്ങ് ചെയ്താൽ പിന്നെ കുഴപ്പമില്ല. സർവ്വ മുസ്ലിമീ സർവ്വ കാഫിര്യങ്ങളും നമുക്ക് പറയാം, നമ്മൾ ദൗത്യം നടത്തണം, നിങ്ങൾ മുസ്ലിമിലേക്ക് വരി, ഇസ്ലാമിലേക്ക് വരി. അപ്പം ആ ദൗത്യത്തിന്റെ ഭാഗമാണ് നമ്മൾ പള്ളികളിലെ ബാങ്കുകളും ബാക്കിയുള്ള മദ്രസകളല്ല. അപ്പോൾ കണ്ടിട്ടവരെന്ത് ചെയ്യും, വരാം. ഫൈദാ ഫഅലു ദാലിക അസമു മിന്നി ദിമാഅഹും അവരുടെ ദിമാഇന് നമ്മൾ കാവൽ നൽകും, അവരുടെ മുതലിന്റെ കാവൽ നൽകും. ഇല്ലാ ബിഹഖിൽ ഇസ്ലാമി എന്താ ഹഖുൽ ഇസ്ലാമിന് ഒഴിച്ച്, ഹഖുൽ ഇസ്ലാമായിട്ടുമല്ല അവരായിരുന്നു മേടിക്കാണ്ട് നമ്മൾ വാങ്ങും, സക്കാത്തിന്റെ മുതൽ വാങ്ങും. ഇനി അതല്ല അവരാരെങ്കിലും മുസ്ലിമുകളെ കൊല ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ കൊല്ലും കോടതി വിധിയിൽ, അല്ല വെറുതെ അല്ല. തിരിഞ്ഞാ ഹഖുൽ മുസ്ലിമീൻ വൈസാബുഹും അല്ലാഹ്. പിന്നെ ഇപ്പം നമ്മളെ നാട്ടിൽ താമസിക്കുന്ന മുസ്ലിമീങ്ങളായിക്കൊണ്ട് താമസിക്കുന്നു ആയിക്കോട്ടെ നമ്മൾ പറയും ഏട്ടാ. ഇനി അവരുള്ളിൽ കുഫറുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്കറിയേണ്ട കാര്യമില്ല. വഹിസാബുഹും അല്ല അവരോടുള്ള കണക്ക് ചോദ്യങ്ങളൊക്കെ അള്ളാഹിന്റെ അടുക്കലാണ്. അലല്ലാഹ് അള്ളാഹുവിന്റെ മേലാകുന്നു. ഇന്നാ നഹ്കുമു ബിളാഹിറിൽ ഹാൽ എന്താ ലാഹിർ ഹാല് കൊണ്ട് നമ്മൾ വിധിക്കും, വല്ലീമാനിൽ ഖൗലി കൊണ്ടും വിധിക്കും. വനർഫഉ അൻഹും മഅൽ കുഫാർ എന്താ വനുആഖിദുഹും അവരോട് നമ്മൾ പിടികൂടും ഫീ ഹുഖൂഖിൽ ഇസ്ലാം ബിഹസ്ബി മാ യഖ്തദി ളാഹിറു ഹാലിഹിം എന്ന് എടാ. ഇനി എന്തായിരിക്കും കഴിഞ്ഞ നീ പറഞ്ഞോളി. മുത്തഫഖുനലൈഹി ഇല്ലാ അന്ന മുസ്ലിമൻ എങ്കിലും മുസ്ലിം റഹ്മഹുല്ലാഹ് ലം യദ്കുർ പറഞ്ഞില്ല ഇല്ലാ ബിഹഖിൽ ഇസ്ലാം എന്ന് പറഞ്ഞില്ല. വഅൻ അനസ് റളിയല്ലാഹു തആല അൻഹു അനസ്ങ്ങളെ പറ്റി നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, റസൂലുള്ളാഹിന്റെ ഖാദിമാരെന്നൊക്കെ പറഞ്ഞല്ലേ, ഒരുപാട് ദുആ ആളാണ് എന്നൊക്കെ പറഞ്ഞല്ലോ. അന്നഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ സ്വല്ലാ സ്വലാത്തന നമ്മുടെ നിസ്കാരം ആരെങ്കിലും നിസ്കരിച്ചു, നമ്മുടെ നിസ്കാരം നിസ്കരിച്ചു, അതേ പ്രകാരം തന്നെ വസ്തഖ്ബല ഖിബ്ലതന നമ്മുടെ ഖിബ്ലയെ അവരെന്ത് ചെയ്തു മുന്നിട്ടു. സലാത്തിനകത്ത് ഖിബ്ല ഉണ്ടെങ്കിലും മനസ്സിലായില്ല, സലാത്തിനകത്ത് ഖിബ്ല ഉണ്ടെങ്കിലേ ഓരോരുത്തർക്കും ഓരോ ഖിബ്ല ഉണ്ടല്ലോ, അതതിന്റെ മാന. പിന്നെ നിസ്കരിക്കാത്തവരായാലോ ഓരോ ഖിബ്ല ഇല്ലല്ലോ. വാക്കല ദബീഹത്തന നമ്മൾ അറുത്ത് തിന്നാലും ഫദാലിക അൽ മുസ്ലിം അല്ലദീ ലഹു ഫദാലിക ഇങ്ങനെയുള്ള ആള് അൽ മുസ്ലിം ഒരു മുസ്ലിമാണ്, അല്ലദീ എങ്ങനത്തെ മുസ്ലിം ലഹു അയാൾക്കുണ്ട് ദിമ്മത്തുല്ലാഹ് അള്ളാഹിന്റെ കാവലുണ്ട്, ദിമ്മത്തു റസൂലി അള്ളാഹിന്റെ റസൂലിന്റെ കാവലും അവർക്കുണ്ട്. കണ്ട റവാഹുൽ ബുഖാരി റഹ്മഹുല്ലാഹ്. ഫലാ തഖ്ഫിറുല്ലാഹ് അല്ലേ, നിങ്ങൾ കുഴപ്പം കാണിക്കരുത്, നിങ്ങൾ അല്ലാഹുവിനെ വഞ്ചിച്ചളയരുത്. ഫീ ദിമ്മത്തിഹി അവൻ എന്ത് ചെയ്തു സുരക്ഷിതത്വം കൊടുത്തതിൽ. നമ്മളൊരു മുസ്ലിം എന്ന് പറഞ്ഞാൽ പിന്നെ മുജാഹിദിനും ജമാഅത്ത് ഇസ്ലാമിനെ കൊല്ലാൻ നടക്കണ്ടെന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഒരു നമ്മൾ അറുക്കുന്ന തിന്നുണ്ട്, നമ്മളെ നിസ്കാരം നിസ്കരിക്കുന്നുണ്ട്, നമ്മളെ ഖിബലയ്ക്ക് അവർ മുന്നിടുന്നുണ്ട്. പിന്നെ റവാഹുൽ ബുഖാരി റഹ്മഹുല്ലാഹു അൻ അബീ ഹുറൈറ തങ്ങളെ പറ്റി പറഞ്ഞല്ലോ നമ്മൾ. അന്നഹു ഖാല അത്താ അഅറാബിയ്യൻ ഒരു അപരിഷ്കൃതൻ, ഒരു ഗ്രാമീണൻ എന്നൊക്കെ പറയാം. അഅറാബിയ്യുൻ അഅറാബി രണ്ടും ഉണ്ടോ? അഅറാബിയ്യുൻ അപരിഷ്കൃതൻ ഗ്രാമീണൻ എന്നൊക്കെ പറയാം. രണ്ടും അർത്ഥം. സംസ്കാരം ഇല്ലാത്ത ആൾ ഗ്രാമത്തിൽ താമസിക്കാണ്, ടൗൺ ഏരിയയിൽ താമസിക്കുന്നവനല്ല.
അയാൾ വന്നു. അന്നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് വന്നു. അത്ത അന്നബിയ്യ എന്നാണ് അല്ലേ, ഇലൻ നബിന്നുണ്ട് ഒരു ചെറിയ നസുഖ. എന്നിട്ട് കാല അയാൾ പറഞ്ഞു, ദുല്ലനി ദല്ലയദുല്ലു അല്ലമറുമെന്നു ദുല്ല ദുല്ലനി നിങ്ങൾ എനിക്ക് അറിയിച്ചു തരി, അല അമലിൻ ഒരു അമലിന്റെ മേൽ. എങ്ങനത്തെ അമല? ഒരു പ്രവർത്തനത്തിന്റെ മേൽ. ഇതാമിൽ തൂ ഞാനത് ചെയ്താൽ ദഖൽത്തുൽ ജന്ന സ്വർഗത്തിലങ്ങട് സ്വർഗത്തിൽ കിടക്കാൻ പറ്റിയ ഒരു അമലെന്ന് പറഞ്ഞാണ് ഈ പറഞ്ഞു. കാല തങ്ങൾ പറഞ്ഞു കൊടുത്തു, തഅബുദുല്ലാഹ എന്ന് പറഞ്ഞു. അള്ളാഹനെ ആരാധിച്ചോ? അള്ളാഹിന്റെ ഏകത്വത്തെ അംഗീകരിച്ചു അവനെ ആരാധിച്ച് നടന്നോടാ എന്ന്. വലാ തുശ്രിക് ബിഹി ശൈഅ, അള്ളാഹിനോടൊന്നും പങ്കാക്കണ്ട. ഒറ്റ ദൈവം, ഒരു ദൈവം, അത്രയും മതി. അതതിൻ്റെ അർത്ഥം. അള്ളാഹിനോട് വേറെ ആരെയും പങ്കാക്കാൻ നടക്കണ്ട. പിന്നെ ചെയ്യേണ്ടത് തുഖീമ സ്വലാത്തൽ മക്തൂബത്ത, ഫർളാക്കപ്പെട്ട നിസ്കാരം ചെയ്തോ. വതുഅദ്ദി സക്കാത്തൽ മഫ്റൂദത്ത, ഫർളാക്കപ്പെട്ട സക്കാത്തും കൊടുത്തു. വതസൂമ റമളാന, റമളാനിൽ നോമ്പ് നട്ടു. ഇത്രയൊക്കെ മതി. വാജിബായത് എത്രയേ ഉള്ളൂ. വിത്ർ വാജിബല്ല. വിത്ർ വാജിബാണെന്ന് ഇതിനകത്ത് വരുന്നില്ല. ഹനഫി മദ്ഹബിൽ വിത്ർ വാജിബാണ്. ഞാൻ വേറെ ഏതെങ്കിലും ഹദീസ് അവർ കണ്ടു കാണുമായിരിക്കും. എന്നിട്ട് അയാൾ പറയുകയാണ്, കാല കണ്ടാ അന്നാൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി, ഒരു തമ്പുരാനെ തന്നെ സത്യം, ആ തമ്പുരാന്റെ കയ്യിലാണ് എൻ്റെ അധികാരം മുഴുക്കയും, ലാ അസീദു അലാ ഹദാ ശൈഅ, കണ്ടാ ഇതിനേക്കാൾ ഞാൻ ഈ കൂടുതലാക്കൂല, വലാ അൻഖുസു എന്ന് ചുരുക്കുകയില്ല. അങ്ങനെയുണ്ട്. ചുരുക്കാനും പറ്റുന്നില്ല, ചുരുക്കുന്നില്ല, അത് ഇത്രയും മതി. റസൂലുള്ളാഹിക്ക് ടൈറ്റിൽ കൊടുത്തുവിടുക ഇനി പിന്നീട് ചെയ്യുന്നത്. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ സർറഹു, മൻ ഒരാൾ, സർറഹു അവനെ സന്തോഷിപ്പിച്ചു, അയ്യന്നുറ നോക്കൽ എന്ന കാര്യം സന്തോഷിപ്പിച്ചു, ഇലാ റജുലിൻ ഒരാളിലേക്ക്, മിൻ അഹ്ലിൽ ജന്ന സ്വർഗത്തിന്റെ അകലുകാരനായ ഒരാളിലേക്ക് കാണാൻ സന്തോഷമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളിലേക്ക് നോക്കിക്കോളി. ഫല്യൻദുർ ഇലാ ഹാദാ, ഇയാളിലേക്ക് നോക്കി, ഇയാൾ സ്വർഗത്തിന്റെ അകലുകാരനാണ്. കാരണം അയാൾ അല്ലാഹു തആലയെ ആരാധിക്കുന്നു, നിസ്കാരം നടത്തുന്നു, നോമ്പ് വെക്കുന്നു, നല്ല മനുഷ്യനാണ്, നിങ്ങൾ നോക്കിക്കോളിയെന്ന് പറഞ്ഞു. വല്ലാഹി ലാ അസീദു എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ, ലാ അസീദു വല്ലദീ നഫ്സി ബിയദിഹി ലാ അസീദു അലാ ഹാദാ ശൈഅൻ വലാ അൻഖുസു ഇല്ലേ. അപ്പോൾ ആ ഹദീസിൽ നിന്ന് മനസ്സിലായില്ല നമുക്ക് വിത്തർ നിർബന്ധമില്ലെന്ന്. നമ്മളെ ശാഫി മദ്ഹബിന് പറ്റിയ ഹദീസാണ്. ഇതിനേക്കാൾ ഞാൻ കൂടുതലാക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഹജ്ജൊന്നും നിർബന്ധ കാണത്തിലായിരിക്കും, അല്ലെങ്കിൽ അയാൾ ഹജ്ജിന് അർഹനല്ലായിരിക്കും. ഏട്ടാ ഹജ്ജിന് അർഹനാണെങ്കിൽ മനിസ്തത്താഅ വേണമല്ലോ, കഴിയാനും മുതലാലും തടിയാനും എന്ത് വേണം? അൻ തഅബുദല്ലാഹ ലാ അസീദു അലാ മാ സമീഅതു ലാ അസീദു അലാ ഹാദാ സുആൽ വലാ അൻഖുസു മിൻ അമലി മിമ്മാ സമീഅതു. എനിക്കിത്രയും മതി, എനിക്ക് സ്വർഗത്തിൽ കടന്നു കിട്ടണം. അതിനൊരു അമല് പറഞ്ഞു എന്നാണ് ഇന്ന്. സ്വർഗത്തിൽ കിടക്കാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അതിവേപ്പിക്കുന്നു. അപ്പം അയാൾ പറഞ്ഞു, എന്നാൽ പിന്നെ ഇത്രയും മതി, ഇനി ഞാൻ കൂടുതലാക്കുന്നില്ല, കുറവാക്കുന്നു. അല്ല അങ്ങനെ ചെയ്തോളൂ, സ്വർഗത്തിൽ കിടക്കാൻ പറ്റും. അല്ല പിന്നെന്താ, നിസ്കാരം നിസ്കരിച്ചാൽ പിന്നെ മോശങ്ങൾ ചെയ്യില്ലല്ലോ. നസലാത്ത് തന്നാനിൽ ഫസാൽ മുൻകറന്നല്ലേ, നിസ്കരിക്കൽ കൊണ്ട് രക്ഷയുണ്ടെന്നായി. അപ്പം അത് മതിയല്ല. അല്ലാഹു ലാ അസീദു വലാ അൻഖുസു മിമ്മാ ഫറദല്ലാഹു തആല അലയ്യ ശൈഅൻ എന്ന് കഴിഞ്ഞില്ലേ? അതും കഴിഞ്ഞു. അപ്പം നമുക്ക് ആ ചെയ്യുന്ന ഒരു കാര്യം കൂടെ കിട്ടി നമുക്ക്, ഇല്ലേ? ഇത്ര നിർബന്ധമില്ലാന്ന് വെച്ചു. ഹജ്ജ് നിർബന്ധമുണ്ടോ ഇല്ലയെന്ന് അയാൾക്ക് നിർബന്ധമില്ലാന്ന് വെച്ചു, ഇത്രയേ ഉള്ളൂ കേട്ടാ. അയാളല്ലേ പറഞ്ഞു, ഒരു അമല് പറഞ്ഞാൽ ഞാൻ ചെയ്താലും ഞാൻ സ്വർഗത്തിൽ കിടക്കുന്നതാണ്. അല്ലെങ്കിൽ ഒരു അമല് പറഞ്ഞാൽ അത് ചെയ്താൽ ആൾക്കാരൊക്കെ സ്വർഗത്തിൽ കിടക്കും, ഞാൻ ഉൾപ്പെടെ എന്ന് പറഞ്ഞില്ലല്ലോ. അപ്പം അയാളെ കാര്യത്തിന് പറഞ്ഞു, ഇത്രയേ ഉള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള നമ്മൾ ചെയ്യണമെന്നില്ല. അപ്പോൾ മറ്റവർ പറയാതെ അയാൾക്ക് വേണ്ടി പറഞ്ഞാൽ നമുക്ക് വേറെയാണെന്ന് പറയും. ആരാ? നബി മദ്ഹബ്
പിന്നെയും പറയും മുത്തഫഖുൻ അലൈഹി عن سفيان بن عبد الله بن ربيعة الثقفي അബൂ അംറ അതാ അയാൾ ത്വായിഫിൽ പെട്ടാണ്. അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായിട്ടുള്ള സുഹബത്തുണ്ട്. ഉമർ ഇബ്നു ഖത്താബ് തങ്ങളുടെ പ്രൈവറ്റ് ഉമർ ഇബ്നു ഖത്താബ് തങ്ങൾ ത്വായിഫിലേക്ക് നിയോഗിച്ച ആളാണ് അയാൾ. അല്ല അവിടുത്തെ MLA എന്ന് പറയാൻ വേണമെങ്കിൽ കാന ആമിലൻ ലി ഉമർ ഇബ്നു ഖത്താബ് അല ത്വായിഫി. സൽമാൻ സുഫിയാൻ സഖഫി അല്ലേ? സുഫിയാൻ സഫിയാൻ സിഫിയാൻ മൂന്നും പറയാം. സു എന്നാണ് എന്ത് മഷ്ഹൂറായി അല്ല. അപ്പൊ അയാൾ തായ്വിലെ MLA എന്നും പറയാം, MP എന്നും പറയാം. അല്ല നിങ്ങളേതെങ്കിലും പറഞ്ഞോളൂ, നമുക്ക് കുഴപ്പമൊന്നുമില്ല. അവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഇവരെ തങ്ങളെ ഏൽപ്പിച്ചാണ്. നിങ്ങൾ MP എന്നാണ് പറയുന്നത്, അതോ MLA? MP അല്ലേ? MP പാർലമെന്റ് മെമ്പർ ഓഫ് പാർലമെന്റ്, അങ്ങനെയാണ് MP എന്ന് പറഞ്ഞാൽ. MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് വടക്കോട്ട് തെക്കോട്ട് നടക്കുന്നവർ. എങ്ങനെ വായിക്കൊടുന്നല്ല പറയണ? മെമ്പർ ഓഫ് ലേഡീസോ? നിങ്ങൾ പറയുന്നതിനകത്ത് നിങ്ങൾക്ക് തന്നെ അറിയാവും. അവിടെ നിന്ന് പറയും നിയമസഭയ്ക്ക് അല്ലെന്ന് പറയാം. നിങ്ങൾ പറഞ്ഞോളൂ. നമ്മുടെ നാട്ടിലെ MLA എന്നോ MP എന്ന് വെക്കാം. നിങ്ങൾക്ക് ആമിലെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഏട്ടാ ആ നാട്ടിന്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണ്. ത്വായിഫിലാണ് അയാൾ കൂടുതൽ. അതുപോലെ സുഫിയാൻ ബിൻ അബ്ദില്ലാഹ് ബിൻ റബീഅത്ത് അസ്സഖഫി സഹാബിയാണ്. സഹാബിയാവുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കേണ്ട. ഖാല ഖുൽതു യാ റസൂലല്ലാഹ് ഖുൽ ലീ ഫിൽ ഇസ്ലാമി ഖൗലൻ ലാ അസ്അലു അൻഹു അഹദൻ ബഅദക വഫീ റിവായത്തിൻ ഗൈറക ഖാല ഖുൽ ആമന്തു ബില്ലാഹ് സുമ്മ ഇസ്തഖിം. അത്രയും മതി, കൂടുതൽ വേണ്ടല്ലോ. കാന്താരി വേണം അത്രയും പറയുന്നത്. റവാഹു മുസ്ലിം അല്ലേ? അത്രയും മതി, അതന്നെ കൂടുതല. തങ്ങളെ ഒരു വാക്ക് പറഞ്ഞെന്നാണ് എനിക്ക്. ലാസ്വലു അൻഹു ആയത്. പിന്നെ അതിനെപ്പറ്റി ആരും വിശദീകരണം ചോദിക്കേണ്ടി വരില്ല. ബായതൊക്കെ തങ്ങൾക്ക് ശേഷം വഫീ റിവായത്തിൻ ഗൈറക തങ്ങളല്ലാത്തവരോട്. അപ്പൊ ഖാല ഖുൽ ആമന്തു ബില്ലാഹ് എന്ന് പറഞ്ഞു. അതിനകത്തെല്ലാം പെട്ടല്ലോ. ബില്ലാഹിക്കകത്തെല്ലാം പെട്ടു. മുസ്തഹിലായ സിഫത്തും പെട്ടു, ജായിസായ സിഫത്തും പെട്ടു, എല്ലാ വിശേഷണവും പറ്റും. അള്ളാഹിനെ കൊണ്ട് നീ വിശ്വസിച്ചോ എന്നാണ്. അള്ളാഹിനെ കൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞു. ആമന്തു ബില്ലാഹ്. ആമന്തു ബില്ലാഹ് എന്ന് പറഞ്ഞതിനകത്ത് എല്ലാം പറ്റും. അല്ല പിന്നെന്താ? സുമ്മ ഇസ്തഖിം. പിന്നെ നല്ലോണം ജീവിച്ചെന്ന്. ഇസ്തിഖാമത്ത്. ഇസ്തിഖാമത്ത് തന്നെ ഇംതിസാൽ അവാമിരില്ലാഹി തആല വജ്തിനാബി നവാഹി. മുസ്തഖീമായി പോകാനാ നല്ലതെന്ന് സുഫിയാക്കൾ പറഞ്ഞതാണ്. 1000 കറാമത്ത് വെളിപ്പെടുന്നതിനേക്കാൾ ഖൈറാണ് അവൻ ഇസ്തിഖാമത്തിന്റെ അകലുകാരനാവുക. ഇസ്തിഖാമത്തിന്റെ അകലുകാരനാവുമ്പോൾ അതിനകത്ത് ഈമാനും വന്നു, ഇസ്ലാമും വന്നു, ഇഹ്സാനും വന്നു. മനസ്സിലായോ? ഇത്രയും മതി. ഫസ്തഖിം കമാ ഉമിർത എന്ന് റസൂലുള്ളാഹി പറഞ്ഞാണ്. ഇസ്തിഖാമത്തിന്റെ അകലുകാരനാകുമ്പം ഇതിനകത്ത് എല്ലാം പറ്റും. നല്ല നടക്കും. നല്ല ദീനിന്റെ മുറ അനുസരിച്ചു കൊണ്ട് ജീവിക്കുക. ആമന്തു ബില്ലാഹ് എന്ന് പറയുക. എന്താ? ഖുൽ റബ്ബിയല്ലാഹ് സുമ്മ ഇസ്തഖിം. അങ്ങനെ പറഞ്ഞാൽ മതി. ഖാല റബ്ബിയല്ലാഹു മാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഹാദൽ ഹദീസ് മിൻ ജവാമിഉൽ കലിമ ശാമിലിൽ ഉസൂലിൽ ഇസ്ലാം. ഇസ്ലാമിന്റെ എല്ലാ അടിസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൂട്ടിയ ഹദീസാണ്. അത്തൗഹീദ് വത്വാഅത്ത് എല്ലാം ഉണ്ട്. ആമന്തു ബില്ലാഹി തൗഹീദ് എല്ലാം ഉണ്ട്.
ഇസ്തഖിം എന്നതിനകത്ത് ത്വാഅത്ത് മൊഴിക്കുകയും വന്നു. ഇസ്തിഖാമത്തിന്റെ അധികാരനാണ്. ഇസ്തഖീമൂന ഫലൻ തുഅസൂ. ചൊവ്വായ ഹഖൽ ഇസ്തിഖാമ നമ്മളെ കൊണ്ട് കഴിയില്ല. എന്നാലും നല്ല രീതിയിൽ നമ്മൾ അധ്വാനിച്ചെങ്കിൽ ജീവിച്ചു പോയാൽ മതി. അപ്പൊ അതിനകത്ത് കിട്ടും എല്ലാം. പിന്നെ ബസ്